എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ബസൂക്ക, ഗെറ്റ് സെറ്റ് ബേബി, നടികർ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് തഗ് ലൈഫ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വമ്പൻ പരാജയമാണ് തഗ് ലൈഫ് ഏറ്റുവാങ്ങിയത്. കമൽഹാസനാണ് തഗ് ലൈഫിലെ നായകൻ. ഈ സിനിമ നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെന്ന് നെറ്റ്ഫ്ലിക്സിൽ തഗ് ലൈഫ് ഒഫീഷ്യലായിട്ട് റിലീസായിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും തഗ് ലൈഫ് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നരിവേട്ട സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോണി ലീവാണ് നരിവേട്ട സിനിമ വാങ്ങിച്ചിരിക്കുന്നത്. ടോവിനോ തോമസ്, സുരാജാണ് നരിവേട്ട സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പോലീസ് വേഷത്തിലാണ് ടോവിനോ തോമസ് നരിവേട്ട സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ നരിവേട്ട സിനിമ സോണി ലീവിൽ ജൂലൈ മാസം 11-നാണ് ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് ഡൊമിനിക് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ഡൊമിനിക് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ജൂലൈ മാസം 10-ന് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് കുട്ടന്റെ ഷിനിഗാമി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്കാണ് കുട്ടന്റെ ഷിനിഗാമി എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രജപുത്രൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. പ്രഭു, കൃഷ്ണപ്രിയ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു തമിഴ് സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് സിംപ്ലി സൗത്തിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ കോമഡി മൂവിയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജലൻ. തിയേറ്ററിൽ നിന്ന് ആവറേജ് അഭിപ്രായമാണ് ഉജ്ജലൻ സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഡിറ്റക്റ്റീവ് ഉജ്ജലന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സാധാരണ ധ്യാൻ സിനിമകൾ അട്ടർ ഫ്ലോപ്പ് ആകാറുണ്ട്. എന്നാൽ കുറച്ചെങ്കിലും ഭേദപ്പെട്ട അഭിപ്രായം കിട്ടിയത് ഡിറ്റക്റ്റീവ് ഉജ്ജലനായിരുന്നു. ഈ സിനിമ ജൂലൈ മാസം 10-ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാമൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സൂര്യയാണ് സിനിമയിലെ നായകൻ. ഇതൊരു തമിഴ് സിനിമയാണ്. ഇപ്പോഴിതാ മാമൻ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ 15-നാണ് മാമൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അസ്കർ, അന്ന റെജി, റായ് ലക്ഷ്മി തുടങ്ങിയവരാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. എന്നിട്ടും ഒരുപാട് പേര് തങ്കമണിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ദിലീപ്, നീതപിള്ളയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. തങ്കമണി റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ തങ്കമണിയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 15-ന് മുന്നേ തങ്കമണി ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നടികർ കാത്തിരുന്ന് ആരാധകർ മടുത്തു. ഇപ്പോഴിതാ ഇന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. സൈനാപ്പിളെ നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സൈനാപ്പിളയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സിനിമ വാങ്ങുന്നത്. ടോവിനോ തോമസ് ആണ് നടികർ സിനിമയിലെ നായകൻ. ഇത് ഫ്ലോപ്പായ ഒരു മൂവിയാണ്. ഇന്നലെ സൈനാപ്പിളെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഈ വീക്കാണ് നടികർ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബി ഇനി വരില്ലെന്നാണ് ആരാധകർ കരുതിയിരിക്കുന്നത്. കാരണം ഒരുപാട് കാലമായി സിനിമ ഇറങ്ങിയിട്ട്. മനോരമ മാക്സ് നേരത്തെ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചതാണ്. പക്ഷെ അവർ റിലീസാക്കുന്നില്ല. സർപ്രൈസ് ആയിട്ട് ഒരു ദിവസം വരുമെന്നാണ് മനോരമ മാക്സ് പറഞ്ഞിരിക്കുന്നത്. നിഖില വിമലും ഉണ്ണിമുകുന്ദനുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. സിനിമ ഉടനീളം കോമഡിയാണ്. ഗെറ്റ് സെറ്റ് ബേബി ഈ വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക സിനിമയുടെ OTT റിലീസ് തീയതി എത്തിയിരിക്കുകയാണ്. ബസൂക്ക ഒരു ആക്ഷൻ മൂവിയാണ്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും ബസൂക്ക OTTയിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. മമ്മൂട്ടി കിടിലൻ ആക്ഷനാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ബസൂക്കയുടെ OTT അവകാശം C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 10-ന് ബസൂക്ക സിനിമ C5-ൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മമ്മൂട്ടിയുടെ അവസാനത്തെ 2 സിനിമയും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ മാസം ഇനിയും ഒരുപാട് സിനിമകൾ റിലീസാകാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്?
അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.